2024 നടക്കുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ, അതായത് എക്സാം എഴുതാൻ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്താൽ ഒരൊറ്റ പേജ് മാത്രമാണ്. ആ ഒരു പേജിൽ ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും, അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടാവും, അതേപോലെ നിങ്ങളുടെ ടെസ്റ്റ് ഡീറ്റെയിലും ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഇവിടെ സിഗ്നേച്ചറുമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അതേ ഫോട്ടോഗ്രാഫ് ഒരെണ്ണം നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഇതേ ഫോട്ടോ, അതായത് ഈ കയ്യിലുള്ള ഫോട്ടോ അത് തന്നെ ഇവിടെയും ഒരെണ്ണം പേസ്റ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു സിഗ്നേച്ചർ നിങ്ങൾ ഇടേണ്ടതുണ്ട്, അത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ ഇടാവൂ, വീട്ടിൽ നിന്ന് ഇടരുത്. ഓക്കെ, അതാ അഡ്മിറ്റ് കാർഡിൻ്റെ ടോപ്പ് എൻഡ്. ഇനി ഇതിന് താഴേക്ക് വന്നാൽ ടെസ്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാണ് എക്സാം എന്നുണ്ട്, 9-ാം തീയതിയാണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 9 മണി തുടങ്ങി 12 മണി വരെയാണ്. ടെസ്റ്റ് സിറ്റി കോയമ്പത്തൂരാണ് ഈ എക്സാമിന് കൊടുത്തിരിക്കുന്നത്, ഈ കുട്ടിയുടേത്. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്റർ എവിടെയാണെന്ന് നോക്കുക, അഡ്രസ്സ് നോക്കുക, അവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പറും ഉണ്ടാവും. ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും, അതും നിങ്ങൾക്ക് ബാധകമല്ല. ഇവിടുത്തെ സൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ ഇടാവൂ. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ഇൻസ്ട്രക്ഷൻസിൽ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ലേസർ പ്രിൻ്റർ ഉപയോഗിച്ച്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊരു കളർ പ്രിൻ്റ് എടുക്കുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നല്ല രീതിയിൽ ക്ലിയറായി വിസിബിൾ ആവുന്ന ഒരു കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഓക്കെ, ഇനി പേസ്റ്റ് ദ ഫോട്ടോഗ്രാഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ബോക്സിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ആ സെയിം ഫോട്ടോ ഒട്ടിക്കുക. ഇനി ഇത് നിങ്ങൾ വെരിഫിക്കേഷൻ, ഈ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വെക്കും, തിരിച്ചു തരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക. അതിന് ഫോട്ടോ ഒട്ടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോപ്പി മാത്രം മതി, അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണം. ഇനി അവിടെ രണ്ടാമതായിട്ട് ഹാൾ ടിക്കറ്റിൻ്റെ ഒപ്പം നിങ്ങൾ എന്തുകൂടി കൊണ്ടുപോകണം, ഒരു ഫോട്ടോ ID കൂടി കൊണ്ടുപോകണം. ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, അത് വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ട് ആവാം, പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആവാം, ആധാർ കാർഡ് ആവാം, അല്ലെങ്കിൽ 10th അഡ്മിറ്റ് കാർഡ്, 12th അഡ്മിറ്റ് കാർഡ് ആവാം. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുപോകാം. അതൊരു ഫോട്ടോ പേസ്റ്റ് ചെയ്ത ഒരു ID പ്രൂഫ് ആയിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ ഒരു കോപ്പി കരുതണം. ഇത് നിങ്ങൾ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, അതേപോലെ ഒരു ID പ്രൂഫ് കൊണ്ടുപോകണം, ഈ IDയുടെ കോപ്പിയും കൊണ്ടുപോകണം. ഈ 3 സാധനം ഉണ്ടാവണം. അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, ഒരു ഒറിജിനൽ ID ഉണ്ടാവണം, ആ IDയുടെ കോപ്പി ഉണ്ടാവണം. കാരണം നമ്മുടെ അഡ്മിറ്റ് കാർഡും ഈ IDയുടെ കോപ്പിയും അവർ വാങ്ങും, മറക്കരുത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഫോട്ടോ കോപ്പിയുടെ കേസ് പറഞ്ഞു. പിന്നെ ഉള്ളതെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ സെൻറ്റർ കണ്ടുപിടിക്കണം, ആ കാര്യങ്ങളാണ്. അതേപോലെ 7 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് 7 മണിക്കാണ്. 8:30 വരെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കും. അത് കഴിഞ്ഞാൽ ആരെയും കടത്തിവിടില്ല. അതേപോലെ ഇതിനുള്ളിലേക്ക് ഡിവൈസസ്, മൊബൈൽ കടത്തിവിടില്ല, അതുപോലെ സ്മാർട്ട് വാച്ച് കടത്തിവിടില്ല, കാൽക്കുലേറ്റർ കടത്തിവിടില്ല, ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ആഭരണങ്ങൾ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നീറ്റിന് ഉപയോഗിച്ച അതേ പാറ്റേൺ ഉപയോഗിക്കുക, അതാണ് ബെറ്റർ. അപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഹാൾ ടിക്കറ്റ് വേണം, ഒറിജിനൽ ഫോട്ടോ ID വേണം, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ വേണം, ബോൾ പോയിന്റ് പെന്ന്, ബ്ലൂവോ ബ്ലാക്കോ ഒരു ബോൾ പോയിന്റ് പെന്ന് വേണം. ഇതിൽ പറയാത്ത ഒന്ന്, മുമ്പ് പറഞ്ഞ ഒന്ന്, ഇതിൻ്റെ ഈ ഫോട്ടോ IDയുടെ ഒരു കോപ്പി കൂടി കയ്യിൽ കരുതണം. ഇത്രയും ഉണ്ടാവണം. ഇനി റഫ് വർക്ക് ചെയ്യാനുള്ള ഷീറ്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ എഴുതണം. അത് റിട്ടേൺ ചെയ്യുകയും വേണം. ആ റഫ് വർക്ക് ചെയ്യാൻ തന്ന പേപ്പർ നിങ്ങൾ തിരിച്ചു കൊടുക്കണം, കൊണ്ടുവരാൻ പാടില്ല. അതേപോലെ അഡ്മിറ്റ് കാർഡും അവർ വാങ്ങും. നിങ്ങളുടെ ഒറിജിനൽ ID നിങ്ങളുടെ കയ്യിൽ തിരിച്ചു തന്നു വിടും. അതേപോലെ തന്നെ നിങ്ങളെ അക്കമ്പനി ചെയ്ത് വരുന്നവർക്കുള്ള ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യില്ല. അതേപോലെ ട്രാവൽ അറേഞ്ച്മെന്റ് നമ്മൾ തന്നെ ചെയ്യണം. സെന്റർ മാറ്റാനുള്ള റിക്വസ്റ്റ് സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ വളരെ പെട്ടെന്ന് ഐസറിൻ്റെ എക്സാം അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ എക്സാം പാറ്റേൺ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ബയോളജിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, ഫിസിക്സിൽ നിന്ന് 15, അങ്ങനെ ടോട്ടൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 60 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 180 മിനിറ്റ് കിട്ടും. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് വിത്ത് ഓൺലി 1 കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവൂ. ഒരു കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് 4 മാർക്കും, ഇൻകറക്റ്റിന് -1 അപ്പോൾ 60 ക്വസ്റ്റ്യൻ ഉണ്ട്, 180 മിനിറ്റിനാണ്. ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 240 നിങ്ങളുടെ മാർക്ക് വരിക. സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ 0 ആണ്, നിലാണ്, നെഗറ്റീവ് ഒന്നുമില്ല. അതുകൊണ്ട് 240 മാർക്ക് ഉണ്ടാവുക.
ഈ മാർക്കാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേണും പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.